ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹീബ്രു, ഗ്രീക്ക്, അരാമിക് ആൻഡ് ബിബ്ലിക്കൽ ലൈഫ് സ്റ്റൈൽ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഈ ചതി വേണ്ടായിരുന്നു, ഇങ്ങനെ ചതിക്കരുതായിരുന്നു. അപ്പോൾ നാം പല കാര്യങ്ങളും കണക്കുകൂട്ടി വെച്ച് നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോഴാണ് നമ്മൾ അങ്ങനെ പലപ്പോഴും പറയാറ്. അല്ലെങ്കിൽ നമ്മുടെ യുക്തിക്കോ നമ്മുടെ ചിന്തകൾക്കോ വിപരീതമായി നാം വിശ്വസിച്ചതിൽ നിന്ന് തെറ്റായി നാം ചതിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് പലപ്പോഴും നാം ഇങ്ങനെ പറയാറ്. തിരുവചനത്തിൽ ഉടനീളം പലയിടങ്ങളിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ചതിയുടെ, വഞ്ചനയുടെ അനേക കഥകൾ നമുക്ക് കാണുവാൻ കഴിയും, അനേക സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതിനെക്കുറിച്ച് ഒരു ചെറിയ വിചിന്തനമാണ് ഇന്ന് നാം ആഗ്രഹിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ യാക്കോബ് തന്റെ ജനത്തോട് പരിശുദ്ധാത്മാവിൽ പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്? വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരായിരിക്കരുത്. തങ്ങളെ തന്നെ ചതിക്കുക എന്നുള്ളതിന്, ആ ചതിക്കുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് എന്ന് പറയുന്നത് പാരലോഗിറ്റ്സോമായി എന്നാണ്. പാരലോഗിറ്റ്സോമായി എന്ന വാക്കിന്റെ അർത്ഥം ന്യായവാദങ്ങൾ നടത്തി തെറ്റിച്ചു കളയുക, തെറ്റായി കണക്കൂട്ടലുകൾ നടത്തുക, വഞ്ചിക്കുക എന്നൊക്കെയാണ് ഈ പാരലോഗിറ്റ്സോമായി എന്ന വാക്കിന്റെ അർത്ഥം. നിങ്ങളോട് തെറ്റായ ന്യായവാദങ്ങളോ കണക്കുകൂട്ടലുകളോ നടത്തി നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. കാരണം ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരായി മാത്രം ഇരുന്നിട്ട് ദൈവവചനം പറയുന്നു, ദൈവത്തിന്റെ വചനം അത് നല്ല നിലത്ത് വീഴുന്ന വിത്താണ്, അതതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങുകയില്ല എന്നൊക്കെയുള്ള ദൈവവചനത്തെക്കുറിച്ചുള്ള ദൈവവചനത്തിന്റെ ആധികാരികമായ പ്രഖ്യാപനങ്ങൾ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത് അത് കേൾക്കുന്നവരായി മാത്രമായി ഇരുന്നിട്ട് ഈ പ്രഖ്യാപനങ്ങൾ നമുക്കുള്ളവയാണെന്ന് പറഞ്ഞാൽ അത് ചെയ്യാതെ, ദൈവവചനം നമ്മളോട് പറയുന്നത് അനുസരിക്കാതെ, ദൈവവചനം അനുസരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തികൾ നമുക്കുള്ളതാണ് എന്ന് വെറുതെ ചിന്തിച്ചുകൊണ്ട് നമ്മളെ തന്നെ തെറ്റിച്ചു കളയരുത്, വഞ്ചിക്കരുത് എന്നാണ് യാക്കോബ് ഈ തിരുവചനം കൊണ്ട്, ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന ഒന്നാണ്. ആ തെറ്റായ ന്യായവാദങ്ങൾ നാം ഒന്നിനെ പ്രതീക്ഷിച്ചു നോക്കിയിരിക്കുമ്പോൾ ദൈവവചനം അങ്ങനെ പറയുന്നു, നാം അത് കേൾക്കുന്നു, പക്ഷെ നാം അത് അനുസരിക്കുന്നില്ല. അനുസരിക്കാത്തത് കൊണ്ട് ആ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ 100 മേനി ഫലം തരുമെന്നും കരുതി നാം കാത്തിരിക്കുന്നു. അത് നമ്മളെ തന്നെ തെറ്റായ ന്യായവാദങ്ങൾ നടത്തി നമ്മളെ തന്നെ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്നാണ് യാക്കോബ് പറയുന്നത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലും ഈ പാരലോഗിറ്റ്സോമായി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആരും വശീകരണ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കരുത് എന്ന് പറയുവാനായി. അതിനൊരു ഉദാഹരണം പറയുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാകും. യാക്കോബിനെ കുറിച്ച് നമുക്കറിയാം. റാഹേലിന് വേണ്ടി 7 വർഷം അത്യധ്വാനം ചെയ്തിട്ട് അവൻ മണിയറയിൽ കയറി പിറ്റേ ദിവസം ആ പെൺകുട്ടിയെ നോക്കുമ്പോൾ അവനത് ആഗ്രഹിച്ച പെൺകുട്ടിയല്ല, റാഹേലല്ല, ലേയാണെന്ന് തിരിച്ചറിയുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ യാക്കോബ് പറയുന്ന ആ വാക്ക്, എന്നെ ചതിച്ചതെന്ത് എന്ന് യാക്കോബ് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, LXX-ൽ സെപ്റ്റുവജന്റിൽ ഈ യാക്കോബ് ചതിയെക്കുറിച്ച് പറയുന്ന ആ ഭാഗത്ത് അവനോട് ഇങ്ങനെ ചെയ്തത് എന്താ എന്ന് ചോദിക്കുന്ന ആ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പാരലോഗിറ്റ്സോമായി എന്ന ഗ്രീക്ക് വാക്കാണ്. അതായത് യാക്കോബ് കഴിഞ്ഞ 7 വർഷം അവൻ കണക്കുകൂട്ടലുകൾ നടത്തി, അവന്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് തെറ്റായ ന്യായവാദങ്ങൾ പറഞ്ഞ് ലാബാൻ അവനെ വഞ്ചിച്ചു. അതുപോലെ നാമും ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരായി മാത്രം ഇരുന്നിട്ട് അത് ചെയ്യാത്തവരായി മാറിയാൽ, യാക്കോബ് എഴുതിയ ലേഖനത്തിൽ യാക്കോബ് ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, നിങ്ങൾ കാത്തിരിക്കുന്നത് തെറ്റായ ന്യായവാദങ്ങളിലൂടെയാണെങ്കിൽ അത് നിങ്ങളെ തന്നെ ചതിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ ദൈവവചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്താൽ നിങ്ങൾ കാത്തിരിക്കുന്നത് വെറുതെയാകില്ല. അല്ല എങ്കിൽ യാക്കോബിനെ പോലെ നിങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ, ദൈവവചനം കേട്ടല്ലോ എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കും. പക്ഷെ അനുസരിക്കാത്തവർ തങ്ങളെ തന്നെ അത് കേട്ട
അതുകൊണ്ട് ചതിക്കുന്നവരായി മാറുകയാണെന്നാണ് ഈ തിരുവചന ഭാഗത്തിന്റെ അർത്ഥം. അത് നമ്മുടെ നിത്യതയെയും ബാധിക്കുന്നതാണ്. ആകയാൽ നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മളെ തന്നെ ചതിക്കാനായി വിട്ടുകൊടുക്കാതെ ആ ദൈവവചനം 30, 60, 100 മേനി ഫലം കൊടുക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ദൈവവചനം അനുസരിക്കുന്നവരായി തീരാം. അല്ല എങ്കിൽ യാക്കോബ് പറഞ്ഞതുപോലെ പാരലോകിൻസോമായി നമ്മളെ തന്നെ ചതിക്കുന്നവരായി മാറും.